സഖാക്കളുടെ പോൾ ക്യാമ്പയിന് വലിയ തിരിച്ചടി നൽകിയിരിക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി തോൽക്കുന്ന, വോട്ടെടുപ്പിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി തോൽക്കുന്ന മണ്ഡലമായി വിധി എഴുതുകയാണ് പത്തനംതിട്ട. ആ സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിക്കുമ്പോഴാണ് സഖാക്കളുടെ ഗ്രൂപ്പുകളിൽ, കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളിലാണ് വീണ ജോർജിന് വേണ്ടി വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടക്കുന്നത്. ക്യാമ്പയിൻ നടക്കുന്നതോടൊപ്പം തന്നെ ആ ക്യാമ്പയിൻ മോഡ് ഒരു പോൾ മോഡാണ്. ഫേസ്ബുക്കിലെ പോൾ മോഡാണ്, അതോടൊപ്പം വെബ്സൈറ്റിലെ പോൾ മോഡാണ്. ആ പോൾ മോഡിൽ വിവിധ സഖാക്കളുടെ ഗ്രൂപ്പുകൾ, കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ, കമ്മ്യൂണിസ്റ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും മറ്റുള്ളിടത്തേക്കും ഷെയർ ചെയ്യുന്നത് വീണ ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കുമോ, ആന്റണി മത്സരിക്കുമോ എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ സഖാക്കൾ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നത് ഈ സഖാക്കൾ നടത്തുന്ന പോളുകളിൽ മുഴുവൻ പത്തനംതിട്ടയിൽ വീണ ജോർജ് തോറ്റു തുന്നം പാടുന്നു എന്നുള്ളതാണ്. ഒരു ഗ്രൂപ്പ് മാത്രമല്ല, നിരവധി സഖാക്കളുടെ ഗ്രൂപ്പുകൾ ഫേസ്ബുക്കിലുണ്ട്. ആ ഫേസ്ബുക്ക് സഖാക്കളുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നിടത്ത് ഈ സഖാക്കളുടെ ഗ്രൂപ്പുകളിൽ വരുന്ന പോൾ സർവേ, ആ പോൾ സർവേയിൽ പത്തനംതിട്ട ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ വീണ ജോർജിനെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നു, ആന്റണിയെ തെരഞ്ഞെടുക്കുന്നു എന്ന ചോദ്യമിടുമ്പോൾ അവിടെ എല്ലാ പോളുകളിലും വീണ ജോർജ് പരാജയപ്പെടുന്നത് കണ്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് സൈബർ സഖാക്കളും സഖാക്കളുടെ ലോബീസും. പ്രോ ലെഫ്റ്റ് വിങ്, ആ തരത്തിലുള്ള മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും വെബ് മേഖലയിൽ ശക്തമായ സാന്നിധ്യമുള്ള മാധ്യമങ്ങൾ അവരുടെ വെബ്സൈറ്റുകളിൽ ഈ പോൾ ഇടുന്നു, ഫേസ്ബുക്കിൽ പോൾ ഇടുന്നു. അപ്പോൾ ഈ വെബ് പ്ലാറ്റ്ഫോമിലുള്ള ഈ മീഡിയാസ് നടത്തുന്ന പോൾ ലിങ്കുകൾ സഖാക്കളുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് ആഘോഷിക്കുകയാണ്. പക്ഷേ അത് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും അതിന്റെ റിസൾട്ട് വരുന്ന രീതി അനുസരിച്ച് ഈ പത്തനംതിട്ടയിലെ വീണ ജോർജ് MLA പരാജയപ്പെടുന്നു ഈ പോളുകളിലെല്ലാം. ഇത് കണ്ട് സഖാക്കൾ ഞെട്ടിത്തെരിച്ച് നിൽക്കുമ്പോൾ കോൺഗ്രസുകാരും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഏറെ സാധ്യതകളുള്ള മണ്ഡലമാണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്, ആന്റണിയാണ്. അപ്പോൾ ആന്റണി വീണ്ടും അവിടെ മത്സരിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസിന്റെ നിയതമായ രൂപം സിറ്റിംഗ് എംപിമാർക്ക് സീറ്റ് കൊടുക്കണമെന്നുള്ളതാണ്. പക്ഷേ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം വലിയ തർക്കമാണ്. സംസ്ഥാന നേതാക്കൾ പറയുന്നു അവിടെ സംസ്ഥാന നേതാക്കൾ ഇവിടെ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെ പറയുന്നു, അടൂർ പ്രകാശിനെ വേറൊരിടത്ത് പ്ലേസ് ചെയ്യുന്നു, പത്തനംതിട്ടയിൽ വേറെ ആൾക്കാരെ പ്ലേസ് ചെയ്യുന്നു. ഈ തരത്തിൽ ആറ്റിങ്ങലും പത്തനംതിട്ടയും ഒക്കെ വലിയ തോതിൽ കോൺഗ്രസിന്റെ അകത്ത് തർക്കമായി നിൽക്കുമ്പോൾ ആറ്റിങ്ങലിലെ തർക്കം പത്തനംതിട്ടയും ബാധിക്കുന്നു, പത്തനംതിട്ടയിലെ തർക്കം ആറ്റിങ്ങലിനെ ബാധിക്കുന്നു, ആലപ്പുഴയെ ബാധിക്കുന്നു. ഈ തരത്തിൽ കോൺഗ്രസും ആശയക്കുഴപ്പത്തിൽ പെടുമ്പോഴാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാതിരുന്നിട്ട് കൂടിയും ആന്റണി സഖാക്കളുടെ പോൾ സർവേയിൽ വിജയിച്ചു കയറുന്നത്. ഏറ്റവും ഈ കാര്യങ്ങളിൽ ഇരു പാർട്ടികളും അമ്പരന്ന് നിൽക്കുമ്പോൾ ഒരു വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ, എല്ലാ സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ സജീവമാകുന്നതിന് മുമ്പ് തന്നെ അവിടെ LDF മാത്രമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് വീണ ജോർജ് ആണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആയിട്ടില്ല, അതോടൊപ്പം തന്നെ UDFന്റെ സ്ഥാനാർത്ഥി ആയിട്ടില്ല, BJPയുടെ സ്ഥാനാർത്ഥി ആയിട്ടില്ല. അവിടെയാണ് ഈ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിൽ പോകുന്നു പ്രചരണ രംഗത്ത്. അവിടെ MLA ആണ് ആ സ്ഥാനാർത്ഥി. അപ്പോഴും ഈ സഖാക്കളെ അനുകൂലിക്കുന്ന വെബ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന പോൾ സർവേകളിലെല്ലാം ഈ വീണ ജോർജ് എന്ന് പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോൽക്കുകയും കോൺഗ്രസ് പ്രഖ്യാപിക്കാത്തൊരു സ്ഥാനാർത്ഥി വിജയിച്ചു കയറുകയും ചെയ്യുന്ന അത്ഭുത രീതിയിൽ സഖാക്കൾ ഞെട്ടി നിൽക്കുന്നു. തങ്ങളുടെ ഏറ്റവും പ്രചരണ രംഗത്ത് മുൻപന്തിയിലുള്ള തങ്ങളുടെ സ്ഥാനാർത്ഥി വീണ ജോർജ് എന്തുകൊണ്ട് നിരന്തരം പരാജയപ്പെട്ടു പോകുന്നു ഈ പോൾ സർവേയിൽ എന്ന് സഖാക്കൾ ഞെട്ടി നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാതെ ഇരുന്നിട്ട് പോലും UDF വിജയിച്ചു കയറുന്ന രീതി കണ്ടിട്ട് UDF ക്യാമ്പും പകച്ചു നിൽക്കുകയാണ്. ഇതിനിടയിൽ BJP ഈ അവസരങ്ങളൊക്കെ ഇത് നോക്കി നിൽക്കുകയാണ്. ആരായിരിക്കും, അവർക്കും അവിടെ സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ പോൾ സർവേകളുടെ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ ആന്റണി 55-60% വോട്ട് നേടിയാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. 40% താഴെ മാത്രമാണ് വീണ ജോർജിന്റെ വോട്ടും എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ സർവേ ഫലങ്ങൾ തന്നെ ആയിരിക്കുമോ പത്തനംതിട്ടയിലെ വിധി എഴുതുക എന്ന് കാത്തിരിക്കുകയാണ് ജനാധിപത്യ വിശ്വാസികൾ.